അങ്ങനെ ഗത്യന്തരമില്ലാതെ നമ്മുടെ സംസ്ഥാനവും PM ശ്രീ സ്കീമിൽ ഒപ്പുവെക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് ഇതിനകം തന്നെ നിരവധി സംസ്ഥാനങ്ങൾ ആ കരാറിൽ ഒപ്പുവെക്കുകയും ആയിരക്കണക്കിന് സ്കൂളുകൾ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നുമുണ്ട്. ഇനി വേറിട്ട് നിൽക്കുന്ന 2 സംസ്ഥാനങ്ങൾ തമിഴ്നാടും പശ്ചിമ ബംഗാളും മാത്രമാണ്. കേന്ദ്ര സർക്കാരിനോട് പല വിഷയങ്ങളിലും ഇടഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഇടതുപക്ഷ പിണറായി സർക്കാർ ആ കരാറിൽ ഒപ്പുവെക്കുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. പക്ഷേ പല സമ്മർദ്ദങ്ങൾക്കും ബലഹീനതകൾക്കുമൊക്കെ നിമിത്തമായതുകൊണ്ടാകാം കേവല വിധേയത്വം എന്ന നിലയ്ക്ക് നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ സംസ്ഥാനവും അതിൽ ഒപ്പുവെച്ചത്. പക്ഷേ എന്തായാലും ആ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ആ PM ശ്രീ സ്കീം ഇത്രമേൽ വിവാദമാക്കേണ്ടതുണ്ടോ? എന്താണ് അതിനകത്തുള്ളത്? അതിൻ്റെ ഗുണവും ദോഷവും എന്തൊക്കെയാണ്? നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. PM ശ്രീ സ്കീം രാജ്യത്തെ സ്കൂളുകളുടെ ഗുണനിലവാരം, അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, സിലബസ്, വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം എന്നിവയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നയമാണ്. അതുകൊണ്ട് തന്നെ കലാലയങ്ങളിൽ ഡിജിറ്റൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. സോളാർ എനർജി, മാലിന്യ സംസ്കരണം, മഴവെള്ള സംഭരണം, ചെറുകിട വ്യവസായങ്ങൾ വളർത്തുക, വിദ്യാർത്ഥികളിൽ കാർഷിക ബോധം വളർത്തുക എന്നിങ്ങനെ നിരവധി ഗുണങ്ങൾ അതിൻ്റെ ലക്ഷ്യങ്ങളും പദ്ധതികളുമാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സിലബസ് നവീകരിക്കുക എന്നുള്ളതുമാണ്. അത് തന്നെയാണല്ലോ വേണ്ടതും. അപ്പോൾ സ്വാഭാവികമായും നമുക്കൊരു ചോദ്യമുണ്ടാവും, ഇങ്ങനെയൊക്കെയാണെങ്കിൽ നാം എന്തിനാണ് അതിനെ വിമർശിക്കുന്നത്, കുറ്റപ്പെടുത്തുന്നത്? അതിനെ രാഷ്ട്രീയം മറന്ന് സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? ഇവിടെയാണ് നാം പ്രസക്തമായ ചില വശങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ വികസന പദ്ധതികളിൽ മിക്കവാറുമെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് മുന്നേ നിലവിലുള്ളതാണ്. പ്രത്യേകിച്ച് ഡിജിറ്റൽ സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണം എന്നിവയൊക്കെ നമ്മുടെ എല്ലാ സ്കൂളുകളിലുമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇത്തരം സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത UP പോലെയുള്ള മേഖലകളിലാണ് ഇതിൻ്റെ അനിവാര്യത. ഇനി രാജ്യത്തെ സമഗ്ര വിദ്യാഭ്യാസ നവീകരണ പദ്ധതിയാണെന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഉന്നത വിദ്യാഭ്യാസം എന്നുള്ളത്, അല്ലെങ്കിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എന്നുള്ളത് ഒരു ബ്ലോക്കിലെ 2 സ്കൂളുകൾക്ക് മാത്രമാണോ വേണ്ടത്? ഓരോ ബ്ലോക്കിലും 2 വിദ്യാലയങ്ങളാണല്ലോ ഈ പദ്ധതിയിൽ ഉൾപ്പെടുക. മറ്റുള്ള വിദ്യാർത്ഥികൾക്കൊന്നും ഈ ഉന്നത വിദ്യാഭ്യാസത്തിന് അവകാശമില്ലേ? അവരെ മാറ്റി നിർത്തുന്നതാണോ നല്ലത്? ഇത്തരം വിവേചനപരമായ 2 തരം പൗരന്മാരെ വാർത്തെടുക്കുന്നതാണോ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം? മറ്റൊരു കാര്യം, 2022 മുതൽ ഇത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ 2025 റിസൾട്ട് പ്രകാരം അത്തരം സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കല്ലല്ലോ നമ്മുടെ നീറ്റ്, JEE പോലെയുള്ള ഉന്നത മത്സര പരീക്ഷകളിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനായത്. പകരം ഈ പദ്ധതിയിൽ ചേരാത്ത സാധാരണ സ്കൂളുകൾക്കാണ് നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാനായത്. എന്ന് മാത്രമല്ല, കേവലം രാജ്യത്ത് 14,600 സ്കൂളുകൾക്കാണ് ഇതിൽ അവസരമുള്ളത്. ബാക്കി 1,00,000-ലധികമുള്ള സ്കൂളുകൾ, അവയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവരെ നാം 2ാംകിട പൗരന്മാരാക്കി തള്ളിവിടുകയല്ലേ ചെയ്യുന്നത്? നമ്മുടെ സംസ്ഥാനത്ത് കേവലം 336 സ്കൂളുകൾക്കാണ് അവസരമുള്ളത്. മറ്റു ആയിരക്കണക്കിന് സ്കൂളുകളുണ്ടല്ലോ. അവിടെയൊന്നും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മികച്ച പഠന നിലവാരം നഷ്ടപ്പെടുകയില്ലേ ചെയ്യുന്നത്? ഒരു രാജ്യം ഒരു നിയമം എന്നുള്ളത് പോയി ഒരു രാജ്യം 2 തരം പൗരന്മാർ എന്ന നിലയിലേക്കല്ലേ ഇത് കൊണ്ടെത്തിക്കുക? വിദ്യാഭ്യാസത്തിൻ്റെ ലോക നിലവാരം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ലോക നിലവാരമുള്ളൊരു സിലബസ് നാം
നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയോ? ഇല്ലല്ലോ. ലോകത്തെ ഏറ്റവും നിലവാരമുള്ള സിലബസ് ജനീവയിലെ IB സിലബസാണ്. തൊട്ടടുത്ത സ്ഥാനത്ത് ഫിൻലാൻഡിലെ സ്കൂൾ കരിക്കുലം, അതുപോലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയ IGCSE സിലബസ്, തുടർന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, അതുപോലെ ചൈന, അമേരിക്ക, കാനഡ പോലെയുള്ള രാജ്യങ്ങളുടെ സിലബസ്, ഇതൊക്കെയാണ് മികച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം സ്കൂളുകളിൽ പഠിച്ച് വന്ന വിദ്യാർത്ഥികൾ ലോകത്ത് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ എപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം രാജ്യങ്ങളുടെ സിലബസ് പരിശോധിച്ച് അതിനെ വെല്ലുന്നതോ അല്ലെങ്കിൽ അതിനെ കിടപിടിക്കുന്നതെങ്കിലുമായ നിലയിൽ നമ്മുടെ രാജ്യത്തൊരു സിലബസ് ഇന്നേ വരെ തയ്യാറാക്കിയിട്ടില്ല. എന്നിരിക്കെ പിന്നെ ഈ മികച്ച വിദ്യാഭ്യാസം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എന്നൊക്കെ വാഗ്ദാനം ചെയ്ത് പാവം ജനങ്ങളെ, വിദ്യാർത്ഥികളൊക്കെ വഞ്ചിക്കുന്നത് എന്തിനാണ്? ഈ സത്യമൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങൾ, പശ്ചിമ ബംഗാൾ പോലെയുള്ളവരൊക്കെ ഈ പദ്ധതിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത്. എന്നാൽ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന പുതിയ സിലബസിനേക്കാൾ മികച്ച ഉന്നത നിലവാരമുള്ള സിലബസും പഠന രീതിയുമാണ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ സ്വീകരിച്ചു വരുന്നത്. അതായത് സ്കൂൾ തലത്തിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റ സയൻസ്, റോബോട്ടിക്സ് പോലെയുള്ളതൊക്കെ അവർ ഇപ്പോൾ തന്നെ സിലബസിൻ്റെ ഭാഗമാക്കി മാറ്റി. നമ്മുടെ കേന്ദ്ര സിലബസ് പോലും ഇന്നേ വരെ അത് ആലോചിച്ചിട്ട് പോലുമില്ല. അപ്പോൾ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എവിടെയാണോ അതുക്കും മീതെയാണ് തമിഴ്നാട്. അതുകൊണ്ടാണ് സ്റ്റാലിൻ പോലെയുള്ളവരൊക്കെ ഇത് കേവലം ഒരു കാവ്യവൽക്കരണത്തിനുള്ള മാധ്യമമാക്കിയിട്ടാണ് കാണുന്നത്. തമിഴ്നാട് അവരുടെ നയം വ്യക്തമാക്കുകയും ഉണ്ടായി. മുമ്പ് കാലത്ത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇതുപോലൊരു ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നിരവധി ചർച്ചകൾ ചെയ്താണ് അതിൻ്റെ രൂപരേഖ തയ്യാറാക്കിയത്. എന്നാൽ ഇവിടെ ഒരു ചർച്ചയുമില്ല. പ്രതിപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ നിരീക്ഷകരുടെയോ ആരുടെയും അഭിപ്രായം തേടിയില്ല, ആരുമായും ചർച്ച ചെയ്തില്ല. പകരം ഈ PM ശ്രീ പദ്ധതി അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് സ്വീകരിക്കാത്തവർക്ക് ഫണ്ട് നിഷേധിക്കുന്നു, മറ്റു ആനുകൂല്യങ്ങൾ എല്ലാം നിഷേധിക്കുന്നു. ഗത്യന്തരമില്ലാത്തത് കൊണ്ട് നമ്മുടെ പിണറായി സർക്കാരും അതിൽ വീണു പോകുന്നു. PM ശ്രീ പദ്ധതി പ്രകാരം 2ാം ക്ലാസ് വരെയാണ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ. അതായത് 3 വയസ്സുള്ള കുട്ടിയെ നിർബന്ധമായി സ്കൂളിൽ ചേർത്തേണ്ട അവസ്ഥ. ഇതുപോലും മനഃശാസ്ത്ര വിരുദ്ധമാണ്. അതായത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം എന്നുള്ളത് കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിന് മീതെയുള്ള ഒരു കടന്നുകയറ്റമാണ്. തുടർന്ന് 3, 4, 5 ക്ലാസ്സുകൾ ലോവർ പ്രൈമറി, 6, 7, 8 അപ്പർ പ്രൈമറി, 9, 10, 11, 12 ക്ലാസ്സുകൾ സെക്കൻഡറി. അപ്പോൾ ഹയർ സെക്കൻഡറി എന്നൊരു ഓപ്ഷൻ അവിടെ അസാധുവായി. ഇനി മനസ്സിലാക്കുക, ഈ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി തയ്യാറാക്കിയ സിലബസ് പ്രകാരം പുതിയ വിഷയങ്ങളായിട്ട് യോഗയുണ്ട്, ജ്യോതിഷമുണ്ട്, വാസ്തുശാസ്ത്രമുണ്ട്, വേദാന്ത പഠനമുണ്ട്, മറ്റു ഭാരതീയ പുരാണ കഥകളുണ്ട്. ഇതൊക്കെയാണ് പഠിക്കുന്നത്. അതല്ലാതെ യൂറോപ്പും ചൈനയും മറ്റുമൊക്കെ നേടുന്ന പോലെ ലോക നിലവാരമുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസമല്ല. ഇത് നമ്മുടെ വിദ്യാർത്ഥികളെ ഒരു 100 വർഷം പിറകിലേക്ക് വലിക്കുകയാണ് ചെയ്യുക. മറ്റൊരു പോരായ്മ എന്നുള്ളത്, നമ്മുടെ രാജ്യത്തിൻ്റെ മറക്കാനാവാത്ത ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ലുകളൊക്കെ എടുത്തൊഴിവാക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന മേഖലകളൊക്കെ സിലബസിൽ നിന്ന് കട്ട് ചെയ്യുന്നു. രാജ്യത്തിൻ്റെ ഗോൾഡൻ ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന മുഗൾ എംപേഴ്സിനെ നമ്മുടെ സിലബസിൽ നിന്ന് ഒഴിവാക്കുന്നു. പകരം ചരിത്രം പോലുമല്ലാത്ത പുരാണ കഥകൾ കൊണ്ട് പുതിയ സിലബസ് കുത്തി നിറക്കുന്നു. ഇനിയും എടുത്തു പറയാൻ കഴിയാത്ത നിരവധി ഒളി അജണ്ടകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ സമയക്രമം വലിയൊരു വിഷയമാണ്. സ്വാഭാവികമായും അത് കേരളത്തിലെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് വലിയ പ്രശ്നമാകും. മറ്റൊന്ന്, ഏകീകൃത യൂണിഫോം. അതുവഴി മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് തട്ടമിടാനുള്ള അനുമതി ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ
ഈ PM ശ്രീ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ഒരിക്കലും വിദ്യാഭ്യാസ നിലവാരം ഉയരുകയല്ല ചെയ്യുക, ഒരല്പം പിറകോട്ട് പോവുകയാണ് ചെയ്യുക. എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ്. അതായത് ഈ PM ശ്രീ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവരുന്നതിന് മുമ്പ് ലോകത്തെ തന്നെ ഏറ്റവും നിലവാരമുള്ള സിലബസുകളിൽപ്പെട്ട ഒരു സിലബസായി നമ്മുടെ കേന്ദ്ര സിലബസ് ഉയരേണ്ടതുണ്ട്. അത്തരമൊരു നവീകരണമാണ് നമ്മുടെ ദേശീയ സിലബസിൽ ഉണ്ടാവേണ്ടത്. അതുണ്ടായിട്ടില്ല. IB, IGCSE പോലെയുള്ള സിലബസുകളെ കടത്തിവെട്ടുന്ന ഒരു സിലബസ് നമുക്ക് അനിവാര്യമാണ്. അതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാനം. അങ്ങനെ നമ്മുടെ സിലബസ് പ്രകാരം പ്രവർത്തിക്കുന്ന സ്കൂളുകൾ വിദേശ രാജ്യങ്ങളിൽ വ്യാപകമാകണം. ഇപ്പോൾ അവരുടെ സിലബസ് പ്രകാരം പ്രവർത്തിക്കുന്ന സ്കൂളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതുപോലെ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ റാങ്ക് പ്രകാരം ലോകത്ത് മികച്ച ഒരു സർവകലാശാല പോലും ഇന്ത്യയിലില്ല. ലോകത്തെ ഉന്നതമായ 100 യൂണിവേഴ്സിറ്റികൾ നോക്കുകയാണെങ്കിൽ അതെല്ലാം ഇന്ത്യക്ക് വെളിയിലാണ്. അപ്പോൾ ഇത്തരം അനിവാര്യമായ പരിഷ്കരണങ്ങളൊന്നും സാധ്യമാകാത്തൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു PM ശ്രീ പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന അജണ്ട വിദ്യാഭ്യാസത്തിലൂടെ കാവ്യവൽക്കരണം എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ രാജ്യത്ത് അഭിമാനിക്കുന്നത് ഓരോ തമിഴനുമാണ്. അതായത് PM ശ്രീ പദ്ധതിയേക്കാൾ കൃത്യവും ആസൂത്രിതവുമായ വളരെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതികളാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഈ 2025 പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് സമീപ ഭാവിയിൽ തന്നെ ചൈനയെപ്പോലെ കുതിച്ചുയരാൻ ഇന്ത്യയിൽ തയ്യാറായി നിൽക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. അത്തരമൊരു കാഴ്ചപ്പാടിൻ്റെ അഭാവമാണ് നമ്മുടെ സംസ്ഥാനത്തെ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെപ്പിക്കാൻ കാരണമായത്.